പണ്ടൊരു നാട്ടിൽ ഒരു വലിയ ചർച്ച നടന്നു. വിഷയം ജനങ്ങൾ നാടു ഭരിക്കണോ എന്നതായിരുന്നു. ജനങ്ങൾ ജനങ്ങളുടെ കാര്യം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞവരെല്ലാം സദസ്സിന്റെ ഇടതുഭാഗത്ത് നിലകൊണ്ടു. നിലവിൽ അധികാരമുള്ളവർ തന്നെ നാടു ഭരിച്ചാൽ മതി എന്നുള്ളവർ വലതുഭാഗത്തും. എന്തിനായിരിക്കും വലതുഭാഗത്തു നിന്നവർ നിലവിൽ അധികാരമുള്ളവരെ പിന്തുണച്ചത്? ജനങ്ങൾക്ക് ഭരണം കിട്ടിയാൽ അവർക്കും തുല്യമായ അധികാരം കിട്ടില്ലേ? ഉത്തരം ലളിതം. സാധാരണക്കാർക്കുള്ള അധികാരത്തേക്കാൾ കൂടുതൽ അധികാരം അവർ രഹസ്യമായോ പരസ്യമായോ അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് അവർ നിലവിലുള്ള ഭരണത്തെ പിന്തുണച്ചു. ആരായിരുന്നു ആ നാട് ഭരിച്ചിരുന്നത്? ഏതായിരുന്നു ആ നാട്? എന്നായിരുന്നു ഈ ചർച്ച നടന്നത്? രാജാവും പള്ളിയും പ്രഭുക്കന്മാരും ചേർന്നു നടത്തുന്ന ഭരണത്തിനെതിരെ ഫ്രഞ്ച് വിപ്ലവകാലത്ത് നടന്ന ചർച്ചയെപ്പറ്റിയാണ് പറഞ്ഞത്. ജനങ്ങൾ ഭരിക്കട്ടെ എന്ന് പറഞ്ഞ സദസ്സിന്റെ ഇടതുഭാഗത്തുണ്ടായിരുന്ന സാധാരണക്കാർ അങ്ങനെ ഇടതുപക്ഷമായി. മതത്തിനെ പിന്തുണച്ച് രാജാവിന്റെ അടിമയായി നിന്നാലും എന്തെങ്കിലും പ്രത്യേക അധികാരം മാത്രം മതി എന്നാഗ്രഹിച്ചവർ വലതുപക്ഷമായി. ഇന്നും സ്ഥിതി അതൊക്കെ തന്നെയല്ലേ? ജനാധിപത്യത്തിനും ജനങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്നവർ ഇടതുപക്ഷമായും, രാജാവിനെ പ്രതിഷ്ഠിച്ച് പ്രഭുക്കന്മാരെ സൃഷ്ടിച്ച് മതത്തിന്റെ പേരിൽ ഭരണം നടത്തുന്നവർ വലതുപക്ഷമായും. മതഭരണത്തിന് എതിരെ ജനാധിപത്യത്തിന് വേണ്ടി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാം. ജനങ്ങൾക്ക് കൂടുതൽ അധികാരം ലഭിക്കാൻ, കൂടുതൽ മികച്ച ജനാധിപത്യത്തിന് ഓൺലൈൻ ഗ്രാമസഭയിൽ വോട്ട് ചെയ്യാം. എങ്ങനെയാണ് നടപ്പിലാവുന്നത് എന്നറിയാൻ ഗ്രാമസഭ.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുവാൻ ഓൺലൈൻ ഗ്രാമസഭയുടെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം അക്കൗണ്ടുകൾ സന്ദർശിക്കുക.